ഇക്കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേ പുറത്തുവിട്ട മൂഡ് ഓഫ് ദ നേഷൻ പോൾ സർവേ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഏറെ പ്രസക്തമാണ്. ഇതനുസരിച്ച് കോൺഗ്രസ് നയിക്കുന്ന UDF LDFിനേക്കാളും BJPയേക്കാളും ഏറെ മുന്നിലാണ്. ഏതാണ്ട് 12% UDFിന്റെ മേൽക്കൈ. കഴിഞ്ഞ കൊല്ലം ഏപ്രിലിൽ നടന്ന പൊതു തിരഞ്ഞെടുപ്പ് ഫലങ്ങളോട് ഒത്തുചേർത്ത കണക്കുകളാണ് ഈ പുതിയ സർവേ മുന്നോട്ട് വയ്ക്കുന്നത്. ഇതനുസരിച്ച് CPM നയിക്കുന്ന LDFന് ഒരു മൂന്നാം ഭരണം കിട്ടില്ലെന്നും UDF കേരളം ഭരിക്കും എന്നുമാണ് നമ്മൾ അനുമാനിക്കേണ്ടത്. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കേരളത്തിലെ എത്ര സീറ്റ് തങ്ങളുടെ വിജയക്കുതിപ്പിനിടയിൽ LDFിൽ നിന്ന് UDF പിടിച്ചെടുക്കും എന്നാണ്. ഇതിനോടനുബന്ധിച്ച് ഒരു കാര്യം വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഈ ഫലസൂചികകൾ നമ്മൾ സാധാരണ യൂട്യൂബിൽ കാണുന്ന സർവേകളെ ആസ്പദമാക്കിയുള്ളതല്ല, മറിച്ച് കഴിഞ്ഞ കാല തിരഞ്ഞെടുപ്പുകളുടെ ഫലങ്ങളിൽ കൃത്യതയോടും സൂക്ഷ്മതയോടും കൂടി നമ്മൾ നടത്തിയ പഠനത്തിന്റെ ഭാഗമായാണ്. 2021 തിരഞ്ഞെടുപ്പ് ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് നടന്നതെന്ന് നമ്മൾ എല്ലാവരും ഓർക്കും. ലോകമെമ്പാടും വ്യാപിച്ച മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഒന്നാം പിണറായി സർക്കാർ നടത്തിയ ഇടപെടലുകൾ, പ്രത്യേകിച്ചും അടുത്തിടെ ജനങ്ങൾക്കിടയിൽ വിതരണം ചെയ്ത സൗജന്യ ഭക്ഷ്യക്കിറ്റ്, പ്രതിരോധ കുത്തിവയ്പ്പിനുള്ള സ്ലാഗിനെയും ആയ പ്രവർത്തനങ്ങളാണ് ഒരു തുടർ ഭരണത്തിലേക്ക് കേരളത്തിനെ നയിച്ചത്. 2016 91 സീറ്റോടുകൂടി അധികാരത്തിൽ വന്ന LDF 99 സീറ്റ് നേടിയാണ് ഭരണം നിലനിർത്തിയത്. UDFിന്റെ സീറ്റ് നിലയാണെങ്കിൽ 41 കൂപ്പുകുത്തുകയും ചെയ്തു. ഇന്ന് ഇതെല്ലാം ഒരു പഴങ്കഥയാണ്. LDFിനെതിരെയുള്ള ജനരോക്ഷം ഒരു സത്യം മാത്രമാണ്. അതുകൊണ്ട് തന്നെ LDF അടുത്ത കൊല്ലം നടക്കാൻ പോകുന്ന അസംബ്ലി തിരഞ്ഞെടുപ്പിൽ ഏറെ പിന്നിലാകും എന്നുള്ള കാര്യവും തീർച്ചയാണ്. ഇനി നമുക്ക് UDFിന്റെ വിജയം ഉറപ്പിക്കുന്ന അല്ലെങ്കിൽ അവർ LDFിൽ നിന്ന് പിടിച്ചെടുക്കാൻ സാധ്യതയുള്ള സീറ്റുകൾ പരിശോധിക്കാം. ഇടുക്കി നിയോജക മണ്ഡലം ഉറച്ച ഒരു UDF കോട്ടയാണ്. അപൂർവം ചില അവസരങ്ങളിൽ മാത്രമാണ് ഈ മണ്ഡലം LDFിലേക്ക് ചായ്ഞ്ഞിട്ടുള്ളത്. LDF ബാനറിൽ മത്സരിച്ച് സഭയിലെത്തിയ നിലവിലെ സംസ്ഥാന മന്ത്രി റോഷി അഗസ്റ്റിനാണ് ഇവിടുത്തെ നിയമസഭാ പ്രതിനിധി. UDFിലും LDFിലും ഇത് ഇരു കേരള കോൺഗ്രസുകാരുടെ സീറ്റാണ്. UDFിൽ ഇത് ജോസഫ് ഗ്രൂപ്പിന്റേതാണെങ്കിൽ LDFിൽ ഇത് മാണി ഗ്രൂപ്പിന്റേതാണ്. ഇവിടുത്തെ വോട്ടർമാരിൽ ഭൂരിപക്ഷവും കർഷകരാണ്. ക്രൈസ്തവ സമൂഹത്തിന് മുൻതൂക്കമുള്ള സംസ്ഥാനം കൂടിയാണ് ഇടുക്കി. റോഷി അഗസ്റ്റിൻ മുമ്പ് നടന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളിലും UDF പ്രതിനിധിയായാണ് നിയമസഭയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ തവണ ജോസ് കെ മാണിയുടെ നേതൃത്വത്തിലുള്ള കേരള കോൺഗ്രസ് M വിഭാഗം LDFിനൊപ്പം എത്തിയ ശേഷമുള്ള തിരഞ്ഞെടുപ്പായിരുന്നു. റോഷിയുടെ വ്യക്തിപ്രഭാവത്തിലാണ് ഈ സീറ്റ് LDFിന് നിലനിർത്താനായത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ ഈ സീറ്റിൽ കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പ് വർക്കിംഗ് ചെയർമാനും മുൻ MPയുമായ PC തോമസോ അല്ലെങ്കിൽ അടുത്തിടെ രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച PJ ജോസഫിന്റെ മകൻ അപ്പു ജോൺ ജോസഫോ കളത്തിലിറങ്ങിയാൽ LDFിൽ നിന്ന് നിഷ്പ്രയാസം UDFിന് പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റായി ഇടുക്കി മാറും. എറണാകുളം ജില്ലയിലെ കോതമംഗലം ശരിക്കും UDFിന് അനായാസമായി വിജയിക്കാൻ പറ്റുന്ന മണ്ഡലമാണ്. TM ജേക്കബിനെ പോലുള്ളവർ മുൻപ് UDF ബാനറിൽ വിജയിച്ചിട്ടുള്ള മണ്ഡലമാണ് കോതമംഗലം. CPM നേതാവ് ആന്റണി ജോൺ ആണ് നിലവിൽ കോതമംഗലത്തിൽ നിന്നുള്ള നിയമസഭാംഗം. ഈ മണ്ഡലത്തിൽ ഒറ്റയ്ക്ക് ജയിക്കാനുള്ള കരുത്ത് CPMനില്ല എന്നിരിക്കെ കേരള കോൺഗ്രസിൽ നിന്നോ ജനങ്ങളെ ആകർഷിക്കാൻ ഒരു സീനിയർ നേതാവിനെ മത്സരിപ്പിച്ചാൽ UDFിന് അനായാസം ഈ കോട്ട ജയിക്കാനാകും. ആറന്മുള നിയോജക മണ്ഡലം കോൺഗ്രസിന്റെ മറ്റൊരു ഉറച്ച കോട്ടയായിരുന്നു. ഭാഗ്യം കൊണ്ട് മാത്രം നിയമസഭയിലെത്തിയ ആരോഗ്യമന്ത്രിയും മുൻ മാധ്യമപ്രവർത്തകയുമായ വീണ ജോർജാണ് നിലവിൽ ആറന്മുളയിൽ നിന്നുള്ള ജനപ്രതിനിധി. വീണയ്ക്ക് പറ്റിയ ഒരു എതിരാളിയെ അവതരിപ്പിക്കാൻ UDFിന് സാധിച്ചില്ലെന്ന ഒറ്റ കാരണം കൊണ്ട് UDFിന് നഷ്ടപ്പെട്ട മണ്ഡലം കൂടിയാണ് ആറന്മുള. ക്രൈസ്തവ സമൂഹത്തിൽ ഓർത്തഡോക്സ് വിഭാഗവും ഹൈന്ദവ വിഭാഗത്തിൽ നായർ വിഭാഗവുമാണ് ഇവിടെ കൂടുതലായി ഉള്ളത്. വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പിൽ വീണ ജോർജ് വീണ്ടും LDF സ്ഥാനാർത്ഥിയാകാനാണ് സാധ്യത. LDF ഇവിടെ ആരെ പരിഗണിച്ചാലും യൂത്ത് കോൺഗ്രസ് നേതാക്കളായ അബിൻ വർക്കിയെയോ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തെയോ UDF പരിഗണിച്ചാൽ ഈ സീറ്റും UDFിനെ സംബന്ധിച്ചിടത്തോളം ഒരു വോക്ക് ഓവർ ആയിരിക്കും. തിരുവനന്തപുരത്തെ വട്ടിയൂർക്കാവാണ് നമ്മുടെ ലിസ്റ്റിൽ 4ാമത്. ശരിക്കും പ്രവർത്തിച്ചാൽ UDFിന് ഏറ്റെടുക്കാവുന്ന മണ്ഡലമാണിത്. K മുരളീധരൻ DIC വിട്ട് കോൺഗ്രസിലെത്തിയ ശേഷം നടന്ന തിരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തെ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിച്ച ചരിത്രം വട്ടിയൂർക്കാവിനുണ്ട്. നിലവിലിവിടെ ചോരുന്ന കോൺഗ്രസ് വോട്ടുകളെല്ലാം BJPയിലേക്കാണ് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വിജയം LDFിന് അനുകൂലമായി മാറുകയാണ്. വട്ടിയൂർക്കാവ് മണ്ഡലത്തിൽ കോൺഗ്രസ് വോട്ടുകൾ ചോരാതെ മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കാൻ പറ്റിയ സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് അവതരിപ്പിച്ചാൽ ഈ സീറ്റിൽ ഉറപ്പായും കോൺഗ്രസിന് വിജയിക്കാനാകും. വോട്ട് ചോർച്ചയില്ലാതെ മുഴുവൻ വോട്ടുകളും പിടിച്ചെടുക്കാൻ അനുയോജ്യനായ സ്ഥാനാർത്ഥി K മുരളീധരൻ തന്നെ.
പീരുമേട് വളരെ കാലം കോൺഗ്രസിന്റെ ഉരുക്കുകോട്ടയായിരുന്നു. ഒരിക്കലും കോൺഗ്രസിനെയോ UDFനെയോ കൈവിടാത്ത മണ്ഡലം. അന്തരിച്ച മുൻ കോൺഗ്രസ് നേതാവ് KK തോമസ് ആയിരുന്നു വളരെ കാലം ഇവിടുത്തെ ജനപ്രതിനിധി. പിന്നീട് കോൺഗ്രസ് നേതാവ് EM അഗസ്റ്റിയെയും ഈ മണ്ഡലം തുണച്ചിട്ടുണ്ട്. അഗസ്റ്റിയെ തോൽപ്പിച്ചാണ് CPIയുടെ ബിജിമോൾ ഈ സീറ്റ് LDFന് വേണ്ടി പിടിച്ചെടുത്തത്. പിന്നീട് ഈ സീറ്റ് UDFനെയും കോൺഗ്രസിനും കിട്ടാക്കനിയായി മാറുകയായിരുന്നു. ഏതെങ്കിലും മുതിർന്ന കോൺഗ്രസ് നേതാവ് മത്സരിച്ചാൽ UDFന് പിടിച്ചെടുക്കാവുന്ന മണ്ഡലമാണ് പീരുമേട്. എറണാകുളത്തെ കളമശ്ശേരി കഴിഞ്ഞ തവണ വരെ UDF അനുകൂല മണ്ഡലമായിരുന്നു. തുടക്കം മുതൽ UDF അനുകൂല വികാരം നിലനിൽക്കുന്ന മണ്ഡലം മുസ്ലിം ലീഗിനാണ് UDFൽ നൽകിയത്. മുൻ മന്ത്രി VK ഇബ്രാഹിം കുഞ്ഞായിരുന്നു കഴിഞ്ഞതിന് മുമ്പേ വരെ ഇവിടുത്തെ ജനപ്രതിനിധി. അഴിമതി ആരോപണങ്ങളുടെ പേരിൽ കഴിഞ്ഞ തവണ ഈ സീറ്റിൽ ഇബ്രാഹിം കുഞ്ഞ് മത്സരിച്ചില്ല. പകരം മകനാണ് ലീഗ് ചിഹ്നത്തിൽ ഇവിടുത്തെ UDF സ്ഥാനാർത്ഥിയായത്. അത് പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ പൊട്ടിത്തെറിക്ക് വഴിവെക്കുകയും ചെയ്തു. CPM നേതാവും ഇപ്പോഴത്തെ വ്യവസായ മന്ത്രിയുമായ P രാജീവിന് അനുകൂലമായി ഈ മണ്ഡലം വിധിയെഴുതി. നല്ല സ്ഥാനാർത്ഥി വന്നാൽ UDFന് വീണ്ടും വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമാണ് കളമശ്ശേരി. ശരിക്കും ഒത്തുപിടിച്ചാൽ UDFന്റെ കയ്യിൽ പോരുന്ന മറ്റൊരു മണ്ഡലമാണ് നിലമ്പൂർ. ശക്തനായ സ്ഥാനാർത്ഥി വന്നാൽ കോൺഗ്രസിന് ഇവിടെ വിജയം അനായാസമാകും. പ്രത്യേകിച്ച് PV അൻവർ LDF വിട്ട് UDFനൊപ്പം കൈകോർക്കാൻ ആഗ്രഹം പ്രകടിപ്പിക്കുന്ന സാഹചര്യത്തിൽ. വളരെ കാലം കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് ആര്യാടൻ മുഹമ്മദ് കൈവശം വച്ചിരുന്ന നിലമ്പൂർ മണ്ഡലം ചേരിപ്പോരില്ലാത്ത വിധം നയിക്കാൻ കെൽപ്പുള്ള നല്ലൊരു സ്ഥാനാർത്ഥിയെ കളത്തിലിറക്കിയാൽ UDFന് വീണ്ടും വെണ്ണിക്കൊടി പാറിക്കാൻ സാധിക്കും. LDFൽ നിന്ന് അനായാസം പിടിച്ചെടുക്കാൻ കഴിയുന്ന ഒരു സീറ്റാണ് പാലക്കാട് പട്ടാമ്പിയിലേത്. കോൺഗ്രസ് നേതാവായിരുന്ന CPM മുഹമ്മദ് തുടരെ വിജയിച്ച മണ്ഡലമാണിത്. LDFൽ ഇത് CPIക്കാണ്. CPIയുടെ മുഹമ്മദ് മക്സിനാണ് നിലവിലെ MLA. കോൺഗ്രസിൽ UDF പോരുണ്ടായിരുന്നപ്പോഴെല്ലാം പട്ടാമ്പി സീറ്റ് LDFന് ലഭിച്ചിട്ടുണ്ട് എന്നതാണ് മണ്ഡലത്തിന്റെ ചരിത്രം. വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF സ്ഥാനാർത്ഥികളായി ആര്യാടൻ ഷൗക്കത്ത് എത്തിയാൽ ഇവിടെ ശക്തമായ മത്സരം സംഘടിപ്പിക്കാൻ കഴിയും. കോൺഗ്രസിനും ഐക്യ ജനാധിപത്യ മുന്നണിക്കും ഒരിക്കൽ കൂടി പട്ടാമ്പി സ്വന്തമാക്കാൻ സാധിക്കുകയും ചെയ്യും. തെക്കൻ കേരളത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട മണ്ഡലമാണ് തിരുവല്ല. ക്രൈസ്തവ വോട്ടുകൾ കൂടുതലുള്ള മണ്ഡലമാണ് തിരുവല്ല, പ്രത്യേകിച്ച് പെന്തക്കോസ്റ്റ്. ഇത് ശരിക്കും പറഞ്ഞാൽ UDFന്റെ ഉറച്ച കോട്ട തന്നെയാണ്. ഇടതുമുന്നണിയിൽ ജനതാദളിനാണ് ഈ സീറ്റ്. LDFലെ മാത്യു T തോമസ് ആണ് ഇവിടുത്തെ ജനപ്രതിനിധി. കാലങ്ങളായി UDF ഈ സീറ്റ് കേരള കോൺഗ്രസിനാണ് നൽകി വരുന്നത്. പലപ്പോഴും കേരള കോൺഗ്രസിലെ ഗ്രൂപ്പിസം കൊണ്ട് UDFന് നഷ്ടമാകുന്ന സീറ്റ് കൂടിയാണ് തിരുവല്ലയിലേത്. ഈ സീറ്റ് കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിൽ നിന്ന് കോൺഗ്രസ് ഏറ്റെടുത്ത് UDF സ്ഥാനാർത്ഥി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ചാൽ ഇടതുമുന്നണിയിൽ നിന്ന് UDFന് ഈ സീറ്റ് തിരിച്ചുപിടിക്കാനാകും. അടൂർ കോൺഗ്രസിന്റെ മറ്റൊരു ഉറച്ച കോട്ടയായിരുന്നു. വർഷങ്ങളോളം കോൺഗ്രസിന്റെ സീനിയർ നേതാവായിരുന്ന തിരുവഞ്ചൂർ രാധാകൃഷ്ണനായിരുന്നു ഇവിടെ നിന്നുള്ള നിയമസഭാ പ്രതിനിധി. പിന്നീട് ഇത് പട്ടികജാതി സംവരണമായതിനെ തുടർന്ന് അദ്ദേഹം കോട്ടയത്തേക്ക് എത്തുകയായിരുന്നു. സംവരണ മണ്ഡലമായതിനു ശേഷം അടൂർ LDFന് അനുകൂലമാകുന്നതാണ് കാണാനായത്. CPIയുടെ ചിറ്റയം ഗോപകുമാറാണ് ഇവിടെ നിന്നുള്ള ഇപ്പോഴത്തെ പ്രതിനിധി. ഒരു യുവ നേതാവിനെ കോൺഗ്രസ് ഇവിടെ പരീക്ഷിച്ചാൽ ഈ മണ്ഡലവും UDFന് അനുകൂലമായി വിധി എഴുതാനാണ് സാധ്യത. കാലങ്ങളായി UDF കോട്ടയായിരുന്ന തൃശൂർ കോൺഗ്രസിന് കൈവിട്ടു പോകുന്നത് പാർട്ടിയിലെ സീറ്റ് മോഹികൾ കാരണമാണ്. ഒരു കാലത്ത് തൃശൂരിൽ നിന്ന് മത്സരിച്ചാൽ ജയിക്കാൻ പറ്റുമെന്നൊരു കാഴ്ചപ്പാട് UDF നേതാക്കൾക്കുണ്ടായിരുന്നു. ഗ്രൂപ്പിസം ശക്തമാകുന്ന കാലത്തല്ലാതെ ഒരിക്കലും UDF സ്ഥാനാർത്ഥി അവിടെ തോറ്റിട്ടില്ല. നിലവിൽ കോൺഗ്രസ് വോട്ടുകളുടെ ഒഴുക്ക് BJPയിലേക്ക് പോകുന്ന ഒരു കാഴ്ചയാണ് തൃശ്ശൂരിലുള്ളത്. തൃശ്ശൂരിലെ UDF നേതാക്കന്മാർക്ക് അടിത്തട്ടിലേക്ക് ഒരു പ്രവർത്തനവും കാണുന്നില്ല എന്നതും UDF വോട്ട് ഷെയർ കുറയാൻ കാരണമാകുന്നുണ്ട്. കോൺഗ്രസിനെ ഒറ്റ ചരടിൽ കോർത്തു കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചാൽ തൃശ്ശൂർ തിരിച്ചുപിടിക്കാൻ സാധിക്കും. കൊച്ചി രൂപീകൃതമായ ശേഷം നടന്ന ആദ്യ തിരഞ്ഞെടുപ്പിൽ നിരവധി സ്ഥാനാർത്ഥികളാണ് മത്സര രംഗത്തുണ്ടായിരുന്നത്. സ്ഥാനാർത്ഥികളാകാൻ ഗ്രൂപ്പിസം കൊണ്ട് മാത്രം UDFന് നഷ്ടമായ സീറ്റാണ് കൊച്ചിയിലേത്. പ്രത്യേകിച്ചും മുസ്ലിം ലത്തീൻ കത്തോലിക്ക വിഭാഗങ്ങൾക്ക് മുൻതൂക്കമുള്ള ഒരു മണ്ഡലം എന്ന നിലയിൽ നല്ലൊരു സ്ഥാനാർത്ഥി അവതരിപ്പിച്ചുകൊണ്ട് UDF ഒറ്റക്കെട്ടായി മുന്നോട്ട് പോയാൽ കൊച്ചി തിരിച്ചുപിടിക്കാൻ കഴിയും. ക്രൈസ്തവ കത്തോലിക്ക വിഭാഗത്തിൽ വളരെയേറെ പ്രാധാന്യമുള്ള കേരള കോൺഗ്രസുകാർക്ക് നല്ലൊരു വോട്ട് ബാങ്കുള്ള മണ്ഡലമാണ് ചങ്ങനാശ്ശേരി. കേരള കോൺഗ്രസ് മാണി വിഭാഗം UDF ആയിരുന്നപ്പോൾ അവർക്ക് കൊടുത്തിരുന്ന സീറ്റാണ് ചങ്ങനാശ്ശേരി. CF തോമസ് ആയിരുന്നു അവിടെ വർഷങ്ങളോളം MLA. അതിനുശേഷം ജോസ് കെ മാണി വിഭാഗം LDFയിലേക്ക് പോവുകയും ചെയ്തു. അവർക്ക് LDF ആ സീറ്റ് കൊടുത്തു.
അന്ന് അത്ര ശക്തനായിരുന്ന വിജയലാലിനെയാണ് സ്ഥാനാർത്ഥിയാക്കിയത്. അതുകൊണ്ട് തന്നെ പരാജയപ്പെട്ട സീറ്റാണ് ചങ്ങനാശ്ശേരി. NSSും കത്തോലിക്ക വിഭാഗവും ഇടതൂർന്ന് നിൽക്കുന്ന മണ്ഡലത്തിൽ UDFന് വിജയസാധ്യത ഏറെയാണ്. മാർത്തോമ, ഓർത്തഡോക്സ്, യാക്കോബായ തുടങ്ങിയ ക്രൈസ്തവ സമുദായങ്ങൾക്ക് മുൻതൂക്കമുള്ള മണ്ഡലമാണ് കുട്ടനാട്. കേരള കോൺഗ്രസ് ഏറെ നാൾ പ്രതിനിധീകരിച്ച ഒരു മണ്ഡലമാണിത്. എന്നാൽ തോമസ് ചാണ്ടിയിലൂടെയും പിന്നീട് അദ്ദേഹത്തിന്റെ സഹോദരൻ തോമസ് കെ തോമസിലൂടെയുമാണ് LDF സീറ്റ് പിടിച്ചെടുത്തത്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കുട്ടനാടിൽ ഒരു UDF തരംഗം നിലനിൽക്കുന്നുണ്ട്. ഇവിടെയും സ്ഥാനാർത്ഥി നിർണയം പ്രധാനമാണ്. ഏറെ നാൾ UDFന്റെ ശക്തി കേന്ദ്രമായിരുന്ന കോന്നിയിൽ നിലവിൽ വലിയ തോതിൽ LDFനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്നുണ്ട്. അടൂർ പ്രകാശ് MP ആയിരുന്ന ശേഷമാണ് LDFന് ഈ സീറ്റ് UDFിൽ നിന്ന് പിടിച്ചെടുക്കാനായത്. ഒറ്റക്കെട്ടായി ഒരു നല്ല സ്ഥാനാർത്ഥിയെ അവതരിപ്പിക്കാൻ സാധിച്ചാൽ ഈ സീറ്റ് UDFന് മേൽക്കോയ്മ പുനഃസ്ഥാപിക്കാൻ സാധിക്കും. നമ്മൾ മുകളിൽ പറഞ്ഞ സീറ്റുകൾക്ക് പുറമെ UDFന് വിജയ സാധ്യതയുള്ള മറ്റു പല മണ്ഡലങ്ങളും ഉണ്ട്. ഇവയിൽ അഴീക്കോട്, കണ്ണൂർ, മാനന്തവാടി, കോഴിക്കോട് സൗത്ത്, തിരുവമ്പാടി, കൊയിലാണ്ടി, താനൂർ, തവനൂർ, ദേവികുളം, ഏറ്റുമാനൂർ, ആലപ്പുഴ, കൊല്ലം, അരുവിക്കര എന്നിവ ഉൾപ്പെടും. ഇക്കൊല്ലം നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് ഇക്കാര്യത്തിൽ നമുക്ക് പൂർണ്ണ ചിത്രം സമ്മാനിക്കും എന്നുറപ്പാണ്. ആ ഫലങ്ങൾ കണക്കിലെടുത്ത് നമുക്ക് വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.